മക്കളെ, മറവി ചില സമയത്ത് ഒരു അനുഗ്രഹമാണ്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മറക്കണമെന്ന് ഈ വിചാരിച്ചാൽ പറ്റത്തുമില്ല. നമ്മൾ ഇതങ്ങ് മറക്കണം, ഇത് വിചാരിച്ചാൽ പറ്റത്തതില്ല. അത് മുമ്പിൽ വന്ന് തന്നെ നിൽക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം, ചുമ്മാ ഇതുമായിട്ട് ബന്ധമില്ല, നിന്നെ കുറച്ചും കൂടെ കൂളാക്കാൻ വേണ്ടി ഒരു തമാശ കഥ പറഞ്ഞുതരാം. ഒരാൾ കഷണ്ടിക്ക് മരുന്ന് വേണം, മരുന്നിന് വേണ്ടി ഡോക്ടറുടെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടറിന് ഇയാൾ ഭയങ്കര കോടീശ്വരനാണ്. അപ്പോൾ ഡോക്ടറിന് മനസ്സിലായി ഇയാളെ പൂത്ത പണമുണ്ട്, കണ്ടിട്ട് ബുദ്ധി ഉള്ളതായിട്ട് തോന്നുന്നതുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ അടുത്തുണ്ട് മരുന്നുണ്ട്, പക്ഷെ 3 കോടി രൂപയാവും ആ മരുന്നിന്, ഒരു കഷായവും ഇത് രണ്ടും കൂടെ ചേർത്ത ഒരു ഐറ്റമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം. എന്നിട്ട് ഒറ്റ ചെക്കിൽ 3 കോടി രൂപ എഴുതി കൊടുത്തു, അത് പാസ്സാവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഇത് കയ്യിൽ എടുത്ത് പൊന്നുപോലെ, കാര്യം മുടിയില്ലാത്ത അങ്ങേരുടെ ഏറ്റവും വലിയ വിഷമം. ഇതെടുത്ത് ഡോക്ടറെ കുറേ താങ്ക്സ്, അതല്ല ഇതിനൊരു എങ്ങനെ പുരട്ടേണ്ടതെന്നുള്ളത് ഒരു സംഭവമുണ്ട്. കാര്യം എനിക്ക് 30 വയസ്സേ ആയുള്ളൂ, കല്യാണവും ആയില്ല, അപ്പം മുടിയൊക്കെ വളർന്നിട്ട് കെട്ടാന്നൊക്കെ വിചാരിച്ചു. അതെല്ലാം നടക്കും. 3 കോടി രൂപയും മേടിച്ചേ ഡോക്ടർ അങ്ങ് കള്ളനുമാണ്. അദ്ദേഹം പറഞ്ഞു, ഇതിന് ഒരു കാര്യമില്ല, നിങ്ങൾ രാവിലെ കറക്റ്റ് 3:45 അലാം വെച്ച് ഉണരണം. ഉണർന്നിട്ട് 4:10 കുളി തീർക്കണം, കുളി കഴിയണം. കുളി കഴിഞ്ഞിട്ട് 4:10 4:15 ഇടയ്ക്ക് ഇതെടുക്കണം, ഈ ലേഹ്യം എടുക്കണം. പിന്നെ ഒരൊറ്റ കാര്യമുള്ളത്, ഈ ലേഹ്യം എടുത്ത് ഇതെടുത്ത് തലയെ പുരട്ടുന്നതിന് മുമ്പ് കരിങ്കുരങ്ങിൻ്റെ മുഖം മനസ്സിൽ ആലോചിക്കരുത്, അല്ലാതെ പുരട്ടിക്കണം വളരുമെന്ന്. അല്ല ചാവുന്നവരെ അയാൾക്കത് പുരട്ടാൻ പറ്റിയില്ല. കാരണം അങ്ങനെ ഈ ലേഹ്യം എടുക്കുമ്പോൾ മനസ്സിൽ വരുന്ന കരിങ്കുരങ്ങ. അതാണ് ചിലത് അങ്ങനെ.